നമ്മുടെ ABC സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്ത ഇതേപോലെയുള്ള ഓപ്പണർ ടൈപ്പ് അഥവാ സ്കെലറ്റൺ ടൈപ്പിൽ വരുന്ന വാച്ചസ് വൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരു സംഭവം, ഒരു റോപ്പ് ഇവിടെ ചുറ്റി വെച്ചേക്കുന്നത് കാണുന്നുണ്ടോ ഈ ഒരു ഭാഗത്ത്. ഇതാണ് ഇതിൻ്റെ വൈൻഡിങ് ഹെഡ്. വൈൻഡിങ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് ചാർജ് ആവുന്നത്. നമ്മുടെ കൈമ കെട്ടി വൈൻഡ് ആവുന്ന ഓട്ടോ വൈൻഡ് ആവുന്നില്ലേ, അതിൽ ചാർജ് ആവുന്നത് ഈ ഒരു സാധനത്തിലാണ്. ഇത് ഇപ്പോൾ ഉള്ളത് താഴോട്ട്, ഇവിടെ കണ്ടോ കുറേ സംഭവങ്ങൾ താഴോട്ട് വലിഞ്ഞ് നിൽക്കുന്നത്. ഒന്നുകൂടെ സൂം ചെയ്ത് തരാം. കണ്ടോ ഇവിടെ കണ്ടോ കുറേ സാധനം, അതായത് ഈ റോപ്പ് താഴെ കൂടിയിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അതിനർത്ഥം ഇത് പ്രോപ്പർലി വൈൻഡ് ചെയ്തിട്ടില്ല. എന്നാൽ ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 റോപ്പ് കണ്ടോ മുകളിൽ വന്ന് നിൽക്കുന്നത്. അതിനർത്ഥം ഇതിൽ ചാർജ് ഉണ്ട്, ബട്ട് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ചാർജേ ഉള്ളൂ. അത്യാവശ്യം ഒരു മീഡിയം ഇതിൽ ചാർജ് ഇല്ല. അതായത് ഇത് അണ്ടർ വൈൻഡഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ ഓരോ വാച്ചിനും ഡിഫറൻ്റ് ആണ് ഇത് വരിക. ഒന്ന് ടൈം സ്ക്രൂ, പുൾ ഔട്ട് ടൈം സ്ക്രൂ ആണ് വരിക. ഇത് പുൾ ഔട്ട് അല്ല, ഇത് ടൈം സ്ക്രൂ ആണ്. താഴേക്ക് തിരിച്ച് അൺസ്ക്രൂ ചെയ്യുന്നതാണ്. അൺസ്ക്രൂ ചെയ്തിട്ട് പുൾ ഔട്ട് ചെയ്യുക. പുൾ ഔട്ട് ചെയ്തിട്ട് ഞാനിവിടെ കറക്റ്റ് ടൈം എത്രയാണോ, ഇപ്പോൾ 10 മണിയാണെങ്കിൽ 10 മണി, അല്ലെങ്കിൽ ഇപ്പോൾ 3 മണിയാണെങ്കിൽ 3 മണി ടൈം സെറ്റ് ചെയ്തു. കണ്ടോ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രസ് കൊടുത്തു. ഇത് മറ്റേ സാധാ വാച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കാവും. ഇത് ടൈം സ്ക്രൂ ടൈപ്പ് ഇതാണ് വരുന്നത്, ടൈം സ്ക്രൂ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കാവില്ല. അത് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വേണം ലോക്ക് ചെയ്യാൻ. പക്ഷേ മോസ്റ്റ് മെജോറിറ്റി വാച്ചസും വരിക പുൾ ഔട്ട് പുള്ളിൻ, അതായത് പുറത്തേക്ക് ജസ്റ്റ് ഒറ്റ പ്രസ്, ഇവിടെ പ്രസ്സിൽ ലോക്കായി. ഓക്കെ, ലോക്കായിട്ട് നമ്മൾ വൈൻഡ് ചെയ്യണം. വൈൻഡ് ചെയ്യുമ്പോൾ ഈ സാധനം കൂടി വരുന്നുണ്ടോ നോക്കണം. ഇത് കണ്ടോ, ഞാൻ ഇവിടെ മുകളിലേക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം കണ്ടോ ഇതിങ്ങനെ മുകളിലേക്ക് കൂടി വരുന്നുണ്ട്. കണ്ടോ, അടിയിൽ നിന്നും പോയി മുകളിലേക്ക് ഏകദേശം ഇതേപോലെ ആക്കണം. ഇതാണ് ആക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഐഡിയൽ പൊസിഷൻ. ഇത്ര ഗ്യാപ്പ് പാടുള്ളൂ. ഇതിൽ കൂടുതൽ ടൈറ്റ് ആക്കരുത്. ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ടൈറ്റ് ആയി കഴിഞ്ഞാൽ വാച്ച് കംപ്ലീറ്റ്ലി സ്റ്റക്കാവും. അപ്പോൾ താഴെ അണ്ടർ വൈൻഡഡ് ആയി കഴിഞ്ഞാലും ഓവർ വൈൻഡഡ് ആയി കഴിഞ്ഞാലും വാച്ച് സ്റ്റക്കാവും. വാച്ച് ടൈം ഡിലേ ഉണ്ടാവും, വാച്ച് സ്റ്റക്കാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അണ്ടർ വൈൻഡഡോ ഓവർ വൈൻഡഡോ അല്ലാതെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര ചെയ്തു. ഇനി ഞാനിവിടെ ഇത് ലോക്കാക്കി കഴിഞ്ഞാൽ വാച്ച് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഇവിടെ റണ്ണാവും. കണ്ടോ, വാച്ച് ഇവിടെ റണ്ണാവുന്നുണ്ട്. ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചു, ഫ്ലാറ്റ് സർഫേസിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വർക്ക് ചെയ്യും. ഒരു 3 to 10 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് താനെ 3 to 10 മണിക്കൂറിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും വാച്ച് സ്റ്റക്കാവും. ഓക്കെ, ഇത് എന്തിനാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചില വാച്ചുകൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ടൈം സ്ക്രൂ പുൾ ഔട്ട് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒറ്റ പ്രസ്സിന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിക്കുമ്പോൾ അതിങ്ങനെ തിരിയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇതിങ്ങനെ തിരിയുന്നത്, അതിനർത്ഥം ഇത് ലോക്കാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത് ലോക്ക്ഡ് ആയിരിക്കും. അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ വൈൻഡ് ആവുന്നുണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ വൈൻഡ് ആവും, വാച്ച് സ്റ്റക്കാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇത് ചെയ്തതിന് ശേഷം വാച്ച് ഷെയ്ക്ക് ചെയ്യുക, കൈമ കെട്ടുക. ഇനി പിറ്റെന്നാ എടുക്കുന്ന സമയത്തും ഇതേപോലെ ഇങ്ങനെ താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വൈൻഡ് ചെയ്യുക. അതല്ല ഏകദേശം ഇതേപോലത്തെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്, ഈ നൂല്, ഈ റോപ്പ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വൈൻഡ് ചെയ്യരുത്. വീണ്ടും വൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വാച്ചിൻ്റെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വാച്ച് 10 വർഷം യൂസ് ചെയ്താലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ഒരു മെക്കാനിസം മിനിമം ഇത് മനസ്സിലാക്കേണ്ട ഒരു മെക്കാനിസം ഇതാണ് ഇതിൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.